തയ്ക്കും, ഫ്രോക്ക് തയ്ക്കും, ബ്ലൗസ് തയ്ക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാം തയ്ക്കും. പ്രായം ചെന്ന് ആൻറ്റിമാരുടെയൊക്കെ ഡ്രസ്സ് തയ്ക്കുമ്പോഴാണോ ടെൻഷൻ? അതോ ഈ പറയുന്ന പോലെ നമ്മളെ പോലെ ചെറുപ്പക്കാർ, നമ്മളെ പോലെ അല്ല നിങ്ങളെ പോലെ ചെറുപ്പക്കാർ പിള്ളേർ അവർ തന്നെ ഡ്രസ്സാണോ? കാരണം ആൻറ്റിമാരാകുമ്പോൾ അവർ ഇച്ചിരി കൂടെ ദേഷ്യമുള്ള ടൈപ്പാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർ തരാറുണ്ടോ? അങ്ങനെയുള്ള പ്രായമുള്ളവർ കുറവാണ് തന്നേക്കുന്നത്, 1-2 പേരെ തന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ലാത്ത പാറ്റേൺ തയ്ക്കുമ്പോഴേ കൂടുതൽ ടെൻഷൻ വരുന്നത് പുതിയതായിട്ട് ചെയ്യുമ്പോഴത്തേനും. അല്ലെങ്കിൽ പിന്നെ പിന്നെ എനിക്കൊന്ന് നമ്മൾ ഈ തയ്ക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇരുന്ന് തയ്ക്കുന്നു. അപ്പോൾ ഒരാൾ കൊണ്ടൊരു തുണി തന്നു, ഞാനൊരു തുണി തരുന്നു, അല്ലെങ്കിൽ ഒരാൾ കൊണ്ട് തുണി തന്നു കഴിഞ്ഞ് അത് തയ്ക്കാൻ തുടങ്ങി. അപ്പം തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പോലെ ഭയങ്കര ടെൻഷൻ വരും. കാരണം തുണിയിൽ എവിടെയെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് കട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ ഞാൻ കട്ട് ചെയ്തത് മാറിപ്പോയി, അല്ലെങ്കിൽ ലെങ്ത് ഉണ്ട്. വെഗ്ലിയാണോ ഉദ്ദേശിച്ചത്? എന്റെ വീട്ടിൽ എന്നോട് പറയണ്ട ഞാൻ ഭയങ്കര വെഗ്ലിയാണെന്ന്, അതുകൊണ്ട് ചോദിച്ചാ. അല്ല അങ്ങനെ വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന അബദ്ധം മറ്റേ സലിംകുമാർ മറ്റേ ഇതിന്റെ അകത്ത് വരുന്ന പോലെ മറ്റേ ഇത് അപ്പൊ എല്ലാരും കേട്ടോ സൂക്ഷിച്ചു. അങ്ങനെ വരുമ്പോ പിന്നെ പേടിയുണ്ടാവോ ഈ പറയുന്ന ദൈവമേ? അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈവൻ ഈ തയ്ക്കാൻ വരുന്ന സമയത്ത് ആരെങ്കിലും തയ്ക്കാൻ തരുന്ന സമയത്ത് അവർക്ക് തിരിച്ച് സെയിം ടൈമിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ പേടി വന്നിട്ടുണ്ടോ? അതെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരാൾ തന്ന തുണി ഏറ്റവും ലേറ്റ് ആയിട്ട് കൊടുത്തത് എപ്പോഴാണ്? ഏറ്റവും ആദ്യത്തെ എനിക്ക് ദിവ്യ ചേച്ചി തന്ന ആദ്യത്തെ ഗ്രീൻ ആയിരിക്കും. അതെനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് കണ്ടാൻ തോന്നിയത്. കൊള്ളാം. എന്നിട്ട് തെരു പറഞ്ഞ ചേച്ചി? ചേച്ചിക്ക് സ്ഥിരമായിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ ഇങ്ങനെ ഒരു കാര്യത്തിലാ? അവർക്ക് ഒരു കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ പറയാ, ഇപ്പൊ പഠിക്കാനുണ്ട്, അതിന്റെ കൂടെ പഠിത്തം കഴിഞ്ഞു. അപ്പം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷെൽട്ടർ ഹോംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? പാർട്ട് ടൈം വേറെ ഒരെണ്ണോട്. അപ്പം ഈ പറഞ്ഞ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു, പിന്നെ ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ ഈ തയ്ക്കാൻ എവിടെ നിന്നാണ് സമയം കിട്ടുക? അത് ഇടയ്ക്ക്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഷിഫ്റ്റ് കുറയ്ക്കുമെന്ന്. അപ്പൊ ലോഡ് കൂടുമ്പോ ഷിഫ്റ്റ് കുറയ്ക്കുമല്ലേ? അതായത് ഈ ഓണത്തിന്റെ ക്രിസ്മസിന്റെ ഒക്കെ ടൈം ആണോ? ഓണത്തിന്റെ സമയത്ത് എനിക്ക് ഒരു ജോലി ഉള്ളായിരുന്നു, അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. അപ്പം ആ സമയത്ത് ഞാൻ ഫുൾ തയ്യലായിരുന്നു. ഓണത്തിന് ഏകദേശം എത്ര തുണി തയ്ച്ചു കൊടുത്തു? ഒരു ചെറിയ റഫ്ലി ഒരു കൗണ്ട് ഉണ്ടാവുമല്ലോ, ഒരു റഫ് നമുക്ക് ഏകദേശം അറിയാനാണ്. അപ്പം ഈ കാണുന്ന എല്ലാവർക്കും ഒന്നും അറിയണമല്ലോ, ഈ ചെറിയ കൊച്ച് എത്ര തുണി തയ്ച്ചു കൊടുത്തു എന്ന് അറിയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. 15-20 അത്രയും പേർക്ക് തയ്ച്ചു കാണും. 15 പേർക്ക്. അത് ബ്ലൗസ് ഒക്കെ